ക്യാൻസർ എന്ന മഹാരോഗം ഇന്ന് ലോകത്ത് ഒട്ടുമിക്ക ആളുകളും ക്യാൻസറിന്റെ പിടിയിൽ അമരുകയാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ പിടിപെട്ടു എന്ന വാർത്തകൾ ചിലപ്പോൾ സാധാരണക്കാരുടെ കാര്യങ്ങൾ വാർത്തയാകാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് സെലിബ്രിറ്റികൾ ക്യാൻസർ രോഗം ബാധിച്ച് ഇന്ന് പോരാടുന്നുണ്ട്, ക്യാൻസറിനെതിരെ പോരാടുന്നുണ്ട്. ഒരുപാട് പേർ രോഗമുക്തി നേടി ഇന്ന് നമുക്ക് മുന്നിലുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകുന്നതും. ഒരുപാട് പേർ ജിഷ്ണു ഇന്നും നമ്മുടെ മുന്നിലെ തീരാവേദനയാണ്. ഒരു ചെറിയ അശ്രദ്ധ മതി, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു അശ്രദ്ധയാണ് ക്യാൻസറായി പലപ്പോഴും പിന്നീട് അവസാന ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മണിയൻപിള്ള രാജു എന്ന നടനെ നമ്മൾ കുറേ നാൾ കാണാതിരുന്നു. പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹം മെലിഞ്ഞുണങ്ങി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് എല്ലാവരോടും തുറന്നു പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അതിൽ നിന്നെല്ലാം മുക്തി നേടി വരികയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തനിക്ക് ആഹാരമൊക്കെ കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും എരിയും പുളിയും മധുരവും അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ലായിരുന്നുവെന്നും അതാണ് ഒരുപാട് ക്ഷീണിച്ചതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇപ്പോൾ രോഗമുക്തി നേടി, ഇപ്പോൾ ഭയങ്കരമായ ശരീരമൊക്കെ നന്നായി തുടങ്ങി, പഴയതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പഴയതുപോലെ എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ പൊതുവേദികളിലൊക്കെ പോയാലുള്ള തനിക്കുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. കാരണം താൻ ക്യാൻസർ എന്നൊരു രോഗം വന്നു എന്ന് പറഞ്ഞ് താൻ ഒരിക്കലും ഒരിടത്തും പോവാതിരിക്കുകയോ ആളുകളോട് സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. താൻ എല്ലാ വേദികളിലും പോവാറുണ്ട്, എല്ലായിടത്തും പോകാറുണ്ട്. അങ്ങനെ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി ഇങ്ങനെ ക്ഷീണിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോൾ ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അറിഞ്ഞിരുന്നു, ഞാൻ പത്രത്തിലൊക്കെ കണ്ടിരുന്നു, വാർത്തയിലൊക്കെ കണ്ടിരുന്നു എന്നാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം നമുക്കൊരു വിഷമകരമായ ഒരു ഘട്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് വിഷമമുള്ള അല്ലെങ്കിൽ രോഗമാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കുത്തി നോവിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, മറ്റൊരാൾ തൻ്റെ പുറകിൽ വന്ന് തന്നെ അടിച്ച്, നല്ല വണ്ണമുള്ള ശരീരപ്രകൃതിയുള്ള ഒരാൾ തന്നെ വന്ന് പുറകിൽ വന്ന് കുശലാന്വേഷണത്തിന്റെ പേരിൽ തന്നെ വന്ന് ശരീരത്തിൽ അടിക്കുകയും ഇറുക്കി പിടിക്കുകയും ഒക്കെ ചെയ്തു. അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും, എങ്ങനെയാണ് മണിയൻപിള്ള രാജു ഇങ്ങനെ മെലിയുന്നത്, ഞങ്ങൾക്ക് കൂടി പറഞ്ഞതാ എന്ന് അദ്ദേഹം പരിഹാസരൂപേണ പറഞ്ഞെന്നും, എന്നാൽ എനിക്ക് വന്നത് ജലദോഷമല്ല ക്യാൻസർ ആണെന്ന് അദ്ദേഹം മറുപടി കൊടുത്തുവെന്നും, ക്യാൻസർ വരാൻ പ്രാർത്ഥിക്കൂ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ ശരീരമൊക്കെ അങ്ങ് മെലിഞ്ഞോളും എന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും മറുപടി പറയുന്നുണ്ട്. അതുമാത്രമല്ല, താൻ ക്യാൻസർ ബാധിച്ച് വീട്ടിൽ അത്രയും വലിയൊരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് തന്നെ കാണാൻ മോഹൻലാലും ഭാര്യ സുചിത്രയും മമ്മൂട്ടിയും മാത്രമാണ് വീട്ടിൽ വന്നത്. പിന്നെ വന്നത് ഗണേഷ് കുമാറാണ്. ഇത്രയും പേരല്ലാതെ ഒരു ആർട്ടിസ്റ്റുകളും തന്നെ കാണാൻ വന്നിട്ടില്ല എന്നും മണിയൻപിള്ള രാജു പറയുന്നു. പിന്നെ ലിസി ചെന്നൈയിൽ നിന്ന് തന്നെ വിളിച്ചു. ചെന്നൈയിൽ അപ്പോളോയിലെ ഡോക്ടർമാരെ അവിടെ നയിക്കണോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചികിത്സിക്കുന്നോ, താൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, അവിടെ ചെന്ന് ചികിത്സിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും എന്തുണ്ടെങ്കിലും ഒരൊറ്റ കോൾ മതി, ഒരു സാധാരണ കോൾ മതി, പൈസയാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും വിളിക്കണം എന്നാണ് പറഞ്ഞിരുന്നതെന്ന് മണിയൻപിള്ള രാജു പറയുന്നുണ്ട്.